നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് തിരിച്ചടി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രി കണ്ഠര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. N വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. അതിവേഗ റെയിൽ പദ്ധതിക്കായുള്ള ഓഫീസ് തുറന്ന ശ്രീധരൻ. മലപ്പുറം പൊന്നാനിയിൽ തുറന്ന ഓഫീസ് ഭാര്യ രാധ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിലോടെ ഫീൽഡ് വർക്ക് ആരംഭിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യോഗങ്ങൾ തുടരും. കോഴിക്കോട് കൊടിയത്തൂരിൽ ബസ് ഇടിക്കാതെ കുഞ്ഞ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കുഞ്ഞ് റോഡ് മുറിച്ച് കടന്നോടുന്നതിനിടെ ബസ്സിനടിയിൽ പെടാതെ രക്ഷപ്പെട്ടു. ഡ്രൈവറിന്റെ സമയോചിതമായ ഇടപെടലിൽ വൻ അപകടം ഒഴിവായി. ബസ് ഡ്രൈവർ ഷനോജിന് അഭിനന്ദന പ്രവാഹം. ബേപ്പൂരിൽ UDF-നായി PV അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. PV അൻവർ ബേപ്പൂർ MLA ആയി ജയിച്ചു വരുമെന്ന് സണ്ണി ജോസഫിന്റെ പ്രതികരണം. സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് അല്പമൊന്ന് ആശ്വസിക്കാം. സ്വർണ്ണവില വീണ്ടും താഴ്ന്നു. പവൻ 6640 രൂപ കുറഞ്ഞു. പവൻ വില 1,11,120 രൂപയും ഗ്രാമിന് 830 രൂപയും കുറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് തിരിച്ചടി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. കേസിൽ ജാമ്യം ലഭിക്കുന്ന 2ാമത്തെ പ്രതിയാണ് സുധീഷ് കുമാർ. ഇതിനിടെ N വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനും കാരണമാകുന്നത്. വിവരങ്ങളുമായി ഷിജു MS ചേരുന്നുണ്ട്. ഷിജു, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി പുറത്ത് വരികയാണ്. ഇപ്പോൾ 14 ദിവസത്തേക്ക് N വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ പുറത്തേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരും ഇറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 3ാമതായി ജയിൽ മോചിതനാകുന്ന ആളാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും S ശ്രീകുമാറും ജയിൽ മോചിതനായിരുന്നു. 2 കേസുകളിൽ റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയായിരുന്നു സുധീഷ് കുമാറും ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. ഇത് SITക്ക് വലിയ തിരിച്ചടിയാണ്. ഇത്രയും ദിവസമായിട്ടും SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിന് വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളും സ്വാഭാവിക ജാമ്യത്തിന് ഒരുങ്ങുകയാണ്. റിമാൻഡിൽ കഴിയുന്ന N വാസുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ രാവിലെ 11 മണിയോടുകൂടി ഹാജരാക്കിയിരുന്നു. വീണ്ടും 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. അതേസമയം കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യ ഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഷിജു, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഓരോരുത്തരായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും കേസ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യം ആശങ്കയുണ്ട്.
90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്വാഭാവിക ജാമ്യത്തിന് ഓരോ പ്രതികളും അതിന് അർഹതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം വിജിലൻസ് കോടതി അനുവദിക്കുന്നത്. ഈ 2 കേസിലും അകപ്പെടുന്നുകൊണ്ടാണ് പലരും ജാമ്യം ഇതുവരെ ലഭിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. SIT പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഇതിന് പ്രധാന കാരണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇനിയും അന്വേഷണം നടത്താനുണ്ട് എന്ന ഒരു ഭാഗമാണ് ഉന്നയിക്കുന്നത്. അതിനാൽ പലരെയും കസ്റ്റഡിയിൽ ഇനിയും ആവശ്യപ്പെടും എന്ന് പറയുന്നുണ്ട്. എന്നാലും പിടിയിലായ പലരും ഇപ്പോൾ 90 ദിവസത്തോളം അടുത്തു വരികയാണ്. പലരുടെയും ജാമ്യ ഹർജി ഇത് നൽകി വരികയാണ്. മിക്കവാറും ഏകദേശം അടുത്ത 1 മാസത്തോളം തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ പേരും പുറത്തിറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ശരി, ഷിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ. ഇപ്പോഴിതാ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് തിരിച്ചടിയാവുകയാണ്. ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു കേസൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇത്രമാത്രം ജനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പൊതുമണ്ഡലം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ് ശബരിമല കൊള്ള എന്ന് പറയുന്നത്. പക്ഷെ അത്രമാത്രം ഒരു ജാഗ്രത പോലീസോ അതല്ലെങ്കിൽ ഭരണകൂടമോ ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമാണ്. കാര്യം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മോണിറ്ററിംഗിൽ നടത്തിയ അന്വേഷണത്തിൽ ഇത്രയും ദിവസമായിട്ടും ഹൈക്കോടതി എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താനോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണമാണോ റിക്കവർ ചെയ്തതെന്ന് എടുക്കുവാനോ അതല്ലെങ്കിൽ പ്രതികളുടെ മറ്റ് ആസ്തികൾ കണ്ടുകെട്ടാനോ ഒന്നും യാതൊരു നടപടികളും പോലീസോ അന്വേഷണ സംഘമോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വളരെ സംശയാസ്പദമാണ്. സ്വാഭാവികമായിട്ടും ഇത് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ തെളിവ് നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും, കാര്യം ഇതിലെ അറസ്റ്റിലായവരാരും തന്നെ സാധാരണക്കാരല്ല. പ്രധാനപ്പെട്ട 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് അറസ്റ്റിലായിട്ടുള്ള പ്രതികളെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ, തെളിവ് നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും ഒക്കെ തന്നെ പ്രാപ്തിയുള്ളവരാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും അന്വേഷണ സംഘത്തും കുറച്ചുകൂടെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഇത് കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംശയമാണ്, ഇനിയിപ്പോൾ കേസ് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാവരും പുറത്തുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ കഴിവും ഈ ഉള്ളവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോവുക? അന്വേഷണമൊക്കെ ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറുകയാണ് SITയുടെ. തീർച്ചയായിട്ടും അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരക്കാർ ഇറങ്ങി നിന്നാൽ സ്വാഭാവികമായിട്ടും അന്വേഷണത്തെ ബാധിക്കാനും അതോടൊപ്പം തന്നെ തുടർ നടപടികൾ അന്വേഷണത്തെ ഈ തരത്തിൽ അതിന്റെ വേഗത കുറയ്ക്കാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും അന്വേഷണ സംഘം കുറച്ചുകൂടി ജാഗ്രത അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ കാണിക്കേണ്ടതാണ്. ഈ പ്രതികളുടെ കാര്യങ്ങൾ കൃത്യമായി പ്രോസിക്യൂഷൻ വാദം, അതായത് പ്രതികൾക്ക് ജാമ്യത്തിനുള്ള അവകാശം അവരുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ്. സ്വാഭാവികമായിട്ടും അവർ ആ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല പ്രോസിക്യൂഷനാണ്. അതിവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമാണ്. ഇവിടെ ആരോഗ്യമോ സഹായിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ആളുകൾ സംശയിച്ചാൽ അവരെ ഒന്നും പറയാൻ വഴിയില്ല. തീർച്ചയായും ഇപ്പോഴിതാ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീക്ഷണം ഈ പ്രതികളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കാരണം നമുക്കറിയാം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടുമായി സംസാരിച്ചത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ച് ഇപ്പോൾ ഈ പുറത്തിറങ്ങുന്നവരൊക്കെ, പോറ്റി അടക്കമുള്ളവരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത അതൊക്കെ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാറും ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. കേസിൽ ജാമ്യം ലഭിക്കുന്ന 2ാമത്തെ പ്രതി കൂടിയാണ് സുധീഷ് കുമാർ. ഇതിനിടെ N വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കേസ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഈ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമാകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP KM ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ KM ആന്റണി.
ഇപ്പോഴിതാ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നു. SITക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഇപ്പോഴിതാ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി കേസ് അട്ടിമറിയാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കാണണം. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയും, അതായത് ഡിഫോൾട്ട് ബെയിൽ എന്നും ഇതിനെ പറയും. കാരണം 90 ദിവസത്തിനുള്ളിൽ ഈ രീതിയിലുള്ള ഒരു കേസിൽ അന്വേഷണം നടത്തി ചാർജ് ഹാജരാകാത്ത അവസ്ഥയിൽ കോടതി തന്നെ നിയമപരമായത് റൈറ്റാണ്, പ്രതിയുടെ റൈറ്റാണ്. അതിലൂടെയാണ് ഇപ്പൊ അവർ ജാമ്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടി. അതായത് ദ്വാരപാല കേസിൽ അയാൾക്ക് ജാമ്യം വ്യവസ്ഥകളോടെ ലഭിച്ചു കഴിഞ്ഞു. അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളം വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, പിന്നെ തെളിവ് നശിപ്പിക്കരുത് എന്നുള്ള സാധാരണ നിലയിലുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജാമ്യം കിട്ടി. മറ്റേ കട്ടിലപ്പാളി കേസിൽ ഇപ്പൊ ജാമ്യം അയാൾക്ക് ലഭിക്കാൻ പോവുകയാണ്. കാരണം അത് അന്വേഷണ സംഘം അല്ലെങ്കിൽ SIT ഇത് കുറച്ചുകൂടെ മുന്നേ ഇത് ഒരു ദൂരക്കാഴ്ചയോടുകൂടി ഞാൻ നോക്കേണ്ടതായിരുന്നു. കാരണം അവരുടെ ഒരു ദീർഘവീക്ഷണത്തിന്റെ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്തൊരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചായിരുന്നുവെങ്കിൽ ഇവർ ജാമ്യത്തിൽ പോകാതിരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകത്ത് റിക്കവർ ചെയ്ത സ്വർണം, കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കെ ഇതിൽ വെറും 500 ഗ്രാമിനടുത്തുള്ള ഒരു സ്വർണമാണ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഈ കേസിലേക്ക് 1 ഡസനോളം പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതില് യഥാർത്ഥത്തില് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരോ അല്ലെ ഉദ്യോഗസ്ഥരോ ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുമൊക്കെയാണ് ഇതിലെ പ്രതികൾ. കാരണം ഇതിനകത്ത് മറ്റൊരു തടസ്സമെന്ന് പറയുന്നത് ഇത് വിജിലൻസ് കോടതിയിലാണ് ഇതിന്റെ കേസ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു സ്വർണ്ണ അപകടനം അല്ലെ മിസ്സിങ് എന്നുള്ള നിലയിൽ എടുത്തു വന്ന കേസിലേക്ക് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു സിസ്റ്റമിക് കറപ്ഷൻ എന്ന് തന്നെ പറയാം, അതായത് സംവിധാനത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അഴിമതി അതിലാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ഗവൺമെന്റിന് സാങ്ഷൻ ആവശ്യമുണ്ട്. PC ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വ്യവസ്ഥകൾ പ്രകാരം ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വല്ല PC ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. ഇതൊക്കെ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യമേ തന്നെ ഒന്ന് കണക്ക് കൂട്ടേണ്ടതാണ്. ഒരു 60 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് ആ സാങ്ഷനും വന്നെങ്കിൽ മാത്രമേ ഇതിൽ ചാർജ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതില് VSSയിൽ വിട്ട് സ്വർണത്തിന്റെ നില അല്ലെങ്കിൽ സ്വർണത്തിന്റെ ക്വാളിറ്റിയും മറ്റുമൊക്കെ അല്ലെ വർഷത്തിന്റെ പഴക്കവും മറ്റുമൊക്കെ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു. ആ നിലയ്ക്ക് പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതില് ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള അന്വേഷണത്തിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഈ പ്രതികൾ ആരും ശക്തിയില്ലാത്തവരല്ല അല്ലെങ്കിൽ സ്വാധീനമില്ലാത്തവരല്ല. അവര് പുറത്തിറങ്ങിയാൽ തുടർന്ന് ഏതെങ്കിലും രീതിയിൽ അന്വേഷണം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഉണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ പുറത്തിറങ്ങിയ ആൾക്കാര്. അപ്പം അന്വേഷണം ജനങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച രീതിയിലുള്ള ഒരു അന്വേഷണം, പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു അന്വേഷണം അന്വേഷണ സംഘത്തിൽ നിന്ന് ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇത് കേസിന്റെ അന്വേഷണത്തിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. കാരണം ഇത് വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു കേസാണ്. കാരണം ആദ്യം ഇതൊരു സ്വർണം മിസ്സിംഗ് പോലെ വന്നു, അതിനുശേഷം മോഷണമായി, അത് കഴിഞ്ഞ അഴിമതി പ്രിവെൻഷൻ ഓഫ് കറപ്ഷനായി, പിന്നെ അതിനുശേഷം കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള EDയും ഒക്കെ വന്ന് കള്ളപ്പണത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പൊ SITയുടെ അന്വേഷണം മോശമാണോ അല്ലെങ്കിൽ അവര് ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച ഇതിനകത്ത് വേണ്ടിയിരുന്നു. കുറച്ചുകൂടെ ഈ പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാടോ അല്ലെങ്കിൽ പ്രതികൾക്ക് സൗകര്യമാകുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ എല്ലാവരും സ്വാഭാവിക ജാമ്യത്തോടെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും അത്ര നിസ്സാരക്കാരല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം എല്ലാവരും തലപ്പത്തിരിക്കുന്നവരാണ്. അത്രത്തോളം ബന്ധങ്ങളും അവർക്കുണ്ടാകുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ക്രൈം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊള്ള അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉണ്ടായിരുന്നവരെ ഒന്നും മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം
ആദ്യ സമയങ്ങളിൽ തന്നെ ചെറിയ അല്ലെങ്കിൽ മെല്ലെയാണ് ഈ ഒരു അന്വേഷണമൊക്കെ പോയിരുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ്. ഇപ്പോഴും SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുകയാണ്. അല്ല, ഇത് രാഷ്ട്രീയമായ ആരോപണങ്ങളെക്കാൾ ഉപരി അന്വേഷണ സംഘം ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ നിരീക്ഷണത്തിലോ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു അന്വേഷണമാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ പോരായ്മകൾ വരുത്തേണ്ടതോ അല്ലെങ്കിൽ അതിൽ ആ രീതിയിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു അവരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷേ ജാമ്യത്തിൽ വിടാതിരിക്കേണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അത് ആ രീതിയിലാണ്. ഇപ്പൊ എല്ലാവരും ജയിലിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ശരിയല്ല. പക്ഷേ ഒരു കേസിന്റെ അന്വേഷണത്തില് ഇത്രമാത്രം വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ മനുഷ്യർക്കും വിശ്വാസികൾക്കും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവത്തില് അതിലെ ഒരു നിസ്സാരമായ രീതിയിൽ അവർ ജാമ്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. തീർച്ചയായും ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നമുക്കറിയാം പ്രധാന പ്രതികളായിട്ടുള്ളവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അന്വേഷണം SIT മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് എത്രത്തോളം വെല്ലുവിളിയായിരിക്കും ഈ ഒരു SITക്ക്? കാരണം ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് അല്ല, ഇനിയുള്ള അന്വേഷണത്തില് ഇതിൽ സാക്ഷികളെ പലരെയും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ഏതായാലും ആദ്യഘട്ടത്തില് ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഒരു പരിധിവരെ SITയുടെ അന്വേഷണത്തിൽ ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവോ ധാരണയോ നമുക്ക് എത്തുന്നില്ല. അത് കോടതി മാത്രമാണ് അതിലേക്ക് കടന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയേണ്ടതിരിക്കുന്നത്. കാരണം ആദ്യം വന്നതിൽ നിന്ന് ഇപ്പം അന്വേഷണത്തിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഈ നഷ്ടപ്പെട്ടു പോയ കിലോ കണക്കിനുള്ള സ്വർണം റിക്കവർ ചെയ്യണം. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കാശിന്റെ വിനിമയം ഏതൊക്കെ രീതിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളും അവർ പറയുന്നുണ്ടാവും. നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അന്വേഷണത്തിൽ പ്രതികൾ പുറത്തിറങ്ങി സ്വതന്ത്രരായി നടന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അവർക്ക് ശക്തമായ രീതിയിൽ സാക്ഷികളെയോ അല്ലെങ്കിൽ തെളിവുകളെയോ ഒക്കെ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് സംജാതമാകുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ KM ആന്റണി. ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് വലിയൊരു തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ഒടുവിൽ ജാമ്യം ലഭിച്ചു. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാറും ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. കേസിൽ ജാമ്യം ലഭിക്കുന്ന 2ാമത്തെ പ്രതി കൂടിയാണ് അദ്ദേഹം. ഇതിനിടെ N വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ബുധനാഴ്ചയാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമാകുന്നത് എന്നുള്ള നിഗമനമാണ്. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ non-AC, AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. non-AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി non-AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, non-AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും. മെയിൽ, എക്സ്പ്രസ്, AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം.
അതേസമയം ഇന്ന് മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ അതിവേഗ റെയിൽ പദ്ധതിക്കായുള്ള ഓഫീസ് മലപ്പുറം പൊന്നാനിയിൽ തുറന്ന ശ്രീധരൻ. ഭാര്യ രാധ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നു മുതൽ ഔദ്യോഗികമായി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ശ്രീധരൻ അറിയിച്ചു. ഏപ്രിലോടെ ഫീൽഡ് വർക്ക് ആരംഭിച്ച് ജൂൺ 1 പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിനുള്ള ഏജൻസിയെയും തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫെബ്രുവരി 15 മുതൽ യോഗങ്ങളും ആരംഭിക്കും. കോഴിക്കോട് കൊടിയത്തൂരിൽ ബസ്സിടിക്കാതെ കുഞ്ഞു രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മാതാപിതാക്കൾക്കൊപ്പം ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കുഞ്ഞ് റോഡ് മുറിച്ചു കടക്കാൻ ഓടുന്നതിനിടെ ബസ്സിനിടയിൽ പെടാതെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയായിരുന്നു. കുട്ടി ഓടി വരുന്നത് കണ്ട് ഡ്രൈവർ പെട്ടെന്ന് ബസ് സൈഡിലേക്ക് തിരിച്ചതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. 30-ാം തീയതി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവശേഷം 2 ദിവസം ബസ് ഓടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് സ്വകാര്യ ബസ് ഡ്രൈവർ ഷനോജ് പ്രതികരിച്ചത്. ബേപ്പൂരിൽ UDF-നായി PV അൻവർ കളത്തിലിറങ്ങുമെന്ന് സ്ഥിരീകരിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. PV അൻവർ ബേപ്പൂർ MLA-യായി ജയിച്ചു വരുമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. ക്രിമിനലുകൾക്കാണ് കേരള സർക്കാർ പരിഗണന നൽകുന്നത്. അതൊക്കെ മുന്നോട്ട് പോകും നന്നായിട്ട്. വളരെ 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 ഫ്രണ്ട്ലി, വളരെ അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പാണ്. സ്വന്തം ഓഫീസ് ആർക്ക് തുടങ്ങാം. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവില താഴ്ന്നു. ഇന്നും വിലയിൽ ഇടിവ്. ഇന്ന് പവൻ 6640 രൂപയാണ് കുറഞ്ഞത്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം ഒന്ന് ആശ്വസിക്കാം. സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങുന്നു. വില ഇനിയും കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പവന് 6640 രൂപ കുറഞ്ഞ് സ്വർണ്ണവില 1,11,120 രൂപയിലെത്തി. ഗ്രാമിന് 830 രൂപയാണ് കുറഞ്ഞത്. 13,890 രൂപയാണ് ഇന്നത്തെ ഗ്രാം വില. ജനുവരി 29 വൈകിട്ട് ആരംഭിച്ച വിലയിടിവ് ഇന്നും തുടരുന്നു. 29 കേരളത്തിലെ സ്വർണ്ണവില സർവകാല ഉയരത്തിലെത്തിയിരുന്നു. 1,31,160 രൂപയായിരുന്നു വില. അടുത്ത ദിവസം 2 തവണയായി 6,280 രൂപ കുറഞ്ഞു. പിന്നെയുള്ള ദിവസവും വില കുറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും 6,640 രൂപ കുറഞ്ഞതോടെ 4 ദിവസം കൊണ്ട് 20,040 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. രാജ്യാന്തര വില ഇടിവ് തുടരുന്നതാണ് പ്രതിഫലിച്ചത്. ട്രോയ് ഔൺസിന് $4,650 രാജ്യാന്തര വില വ്യാപാരം നടക്കുന്നത്. വെള്ളിയാഴ്ച $4,889 സ്വർണ്ണവില വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിസംബർ 23 സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പാലക്കാട് തിരുമിറ്റക്കോട് വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണം കവർന്നു. മുതുകാട്ടിൽ ഷാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി. തുടർന്ന് ബെഡ്റൂമിലെ അലമാര കുത്തി തുറന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു. മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രി ഈ വീട്ടുടമസ്ഥ അവരുടെ വീട്ടിലേക്ക് ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്നു നോക്കുമ്പോൾ വാതിൽ പൊളിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. വീട്ടിലെ അലമാരകളും മറ്റും എല്ലാം തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ CCTVയുടെ ഹാർഡ് ഡിസ്ക് വരെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ കഴിഞ്ഞു. ഉടൻ തന്നെ ചാലിശ്ശേരി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരും ഒക്കെ വന്ന് അന്വേഷണങ്ങൾ നടത്തി പോയിട്ടുണ്ട്. ബാക്കി പോലീസ് അന്വേഷിച്ച് എൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ. സ്വർണം ഏകദേശം ഒരു 20 പവനിൽ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അത് എവിടെയായിരുന്നു? മേലത്തെ അലമാറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ അലമാറ തുറന്നിട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കഴിഞ്ഞത് ഇന്ന് രാവിലെ എങ്ങനെയാ അറിഞ്ഞത്? ഇന്ന് രാവിലെ, കാരണം ഇന്നലെ നമ്മുടെ വീട്ടുടമസ്ഥ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ വീട്ടിലെ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. തൊട്ടടുത്ത വീട്ടിലത്തെ ഹരിദാസ് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അവര് രാത്രി ലൈറ്റ് ഇട്ടും രാവിലെ വന്ന് ഓഫ് ചെയ്യലാണ് പതിവ്. ഇന്ന് രാവിലെ ഒരു 7:30 മണിയോട് കൂടി വന്നിട്ട് ഓഫ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴാണ് ഫ്രണ്ട് വാതിൽ പൊളിഞ്ഞു കിടക്കുന്നതായിട്ടും തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനെ അവരെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഇവരുടെ വീട്. അവിടെ വീട് അറിയിക്കുകയും അവർ അച്ഛനെയും കൂട്ടി വരികയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ 9ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. സമപ്രായക്കാരായ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. മോസ്കോ കവലയിൽ സംഭവം നടന്നത് ജനുവരി 26-ന്. വിവരങ്ങളുമായി സുരേഷ് കേസ് ചേരുന്നുണ്ട്. സുരേഷ്, കോട്ടയത്താണ് മാടപ്പള്ളിയിൽ 9ാം ക്ലാസ്സുകാരന് ക്രൂര മർദ്ദനമേറ്റിരിക്കുന്നത്. എന്താണ് കാരണം എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. കുട്ടികൾ സമപ്രായക്കാരായ കുട്ടികളുടെ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. കഴിഞ്ഞ ജനുവരി 26-നാണ് ഈ കുട്ടികൾ സമപ്രായക്കാരായ കുട്ടികൾ തമ്മിൽ റോഡിൽ വെച്ച് ഒരു കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. തർക്കത്തിന്റെ പേരിൽ കുട്ടികൾ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. എന്താണ് ശരിക്കുള്ള കാരണം എന്ന് എന്തോ അഭിപ്രായത്തെ തുടർന്ന് ഒരു കുട്ടിയെ സംഘം ചേർന്ന് സമപ്രായക്കാരായ വിദ്യാർത്ഥികൾ റോഡിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഈ സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരമായപ്പോഴാണ് ഈ കുട്ടിയുടെ മാതാവ് തൃക്കൊടിത്താനം പോലീസിൽ പരാതിപ്പെട്ടത്. ഇപ്പോൾ പോലീസ് ഈ സംഭവത്തിൽ റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് പോലീസ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പോലീസ് തുടർന്നുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ശരി സുരേഷ്, കേസാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് മാടപ്പള്ളിയിൽ 9ാം ക്ലാസ്സുകാരന് ക്രൂര മർദ്ദനമേറ്റിരിക്കുന്നത്. സമപ്രായക്കാർ തന്നെയാണ്, വിദ്യാർത്ഥികളാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും, നിസ്സാര കാര്യങ്ങൾ എന്തെങ്കിലും ആകാം ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കൊക്കെ എത്തിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മോസ്കോ കവലയിലാണ് സംഭവം നടക്കുന്നത്. ജനുവരി 26-ന് നടന്ന ഒരു സംഭവം കൂടിയാണിത്. നമുക്കറിയാം, പല കേസുകളും നമ്മൾ ഇത്തരത്തിൽ കേൾക്കുകയാണ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും നിസ്സാര കാര്യത്തിലാകാം ഇത്തരത്തിലുള്ള ഒരു ക്രൈം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത നടന്നത് എന്നുള്ള നിഗമനമാണ്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.